കേരളത്തിൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു പ്രഭാത ഭക്ഷണമാണ് അപ്പം. ഫോറിനേഴ്സും ഇത് കേരളത്തിൽ വരുമ്പോൾ വളരെ ഇഷ്ടത്തോടെ തന്നെ കഴിക്കാറുണ്ട്. ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ റോസ്റ്റഡ് അരിപ്പൊടി കൊണ്ടുള്ള അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ റോസ്റ്റഡ് അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ശേഷം ചോറ്, ചിരവിയ തേങ്ങ, ഉപ്പ്, ഈസ്റ്റ്, പഞ്ചസാര. ഇനി നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മെഷറിങ്ങിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഈ ബൗളാണ്. അതുകൊണ്ട് തന്നെ ഈ ബൗളിൽ 2.5 ബൗൾ ഞാനിവിടെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ബൗൾ നിറച്ചും ചോറ്, 1 ബൗൾ നിറച്ചും തേങ്ങ. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ മെഷറിങ് എടുക്കുന്നത് അതിൻ്റെ 2.5:1:1 എന്നുള്ള ഒരു റേഷ്യോയിൽ നമുക്ക് ഈ 3 സാധനങ്ങളും ചേർക്കാവുന്നതാണ്. ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് 3ൻ്റെ ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുത്താം. ആദ്യമായിട്ട് നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി വെക്കാം. അതിനുവേണ്ടി ഇതുപോലൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളോ എന്തിൽ വേണമെങ്കിലും നമുക്ക് ഈസ്റ്റ് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇതിലോട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. കൈവിരൽ ഇട്ട് കഴിഞ്ഞാൽ ചൂടുണ്ടാവണം, പക്ഷെ ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. കുറച്ച് വെള്ളത്തിലോട്ട് കുറച്ച് പഞ്ചസാരയും ഈസ്റ്റും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഈ പറഞ്ഞ റേഷ്യോയിലുള്ള 3 ഐറ്റംസും നമ്മുടെ മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൈൻഡറിലോ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങയും ചോറും നന്നായിട്ട് അരച്ചെടുക്കാം. കാരണം ഓൾറെഡി നമ്മൾ പൊടിച്ച പൊടിയായതുകൊണ്ട് തന്നെ അധികം അരയാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങയും ചോറും നന്നായി അരയണം. ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഇത് രണ്ടും ആദ്യം ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിന് അരയാനായിട്ട് ആവശ്യമുള്ളത്ര വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം നമ്മൾ. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൂടുതലും ഒഴിക്കാൻ പാടില്ല, കുറവും ഒഴിക്കാൻ പാടില്ല. അരയാൻ ആവശ്യമായ വെള്ളം അതേ ഇപ്പോൾ ചേർക്കാവൂ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ല മയത്തോടു കൂടി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പത്തിനുള്ള മാവ് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്ത ഈസ്റ്റും കൂടി ഇട്ട് ഒന്ന് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കാം. ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈസ്റ്റിൻ്റെ ഇതും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. നമ്മളിതിന് ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴാണ് ഈസ്റ്റിൻ്റെ ഒരു ഫെർമെൻറ്റേഷൻ അതിൽ നടക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുൻപാണ് അതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് നമ്മുടെ ഈസ്റ്റിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ നടന്നിട്ട് മാവ് നന്നായി പുളിച്ച് കിട്ടുന്നതാണ്. കാലാവസ്ഥയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഈ മണിക്കൂറുകളിൽ വ്യത്യാസം വരാം, കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. പുളിക്കാനായിട്ട് 10 മണിക്കൂർ വെച്ച മാവ് നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പുളിപ്പിനനുസരിച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പേ ആവശ്യമുള്ളൂ, കാരണം ഓൾറെഡി നന്നായിട്ട് പുളിച്ചൊരു മാവാണ്. ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കൂടുതലോ കുറവോ ആയിരിക്കാം. കാരണം നമ്മൾ മാവിൻ്റെ അരപ്പുണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ച വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ പിന്നെ നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല.
നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിനി ഇതിൻ്റെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി ചൂടായിട്ടുള്ള അപ്പച്ചട്ടിയിൽ മാത്രമേ നമ്മൾ അപ്പം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പച്ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു കരണ്ടി നിറച്ചുള്ള മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. എന്നിട്ടിങ്ങനെ പതിയെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം. എന്നിട്ടിത് മൂടി വയ്ക്കാം. ഏകദേശം ഒരു 2 മുതൽ 3 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ അപ്പം നന്നായി വെന്ത് സൈഡെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കാം. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വിട്ട് വരും. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ റോസ്റ്റഡ് അരിപ്പൊടി കൊണ്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടാണ്, എന്നാൽ ക്രിസ്പി ആയിട്ടുള്ള എഡ്ജസ് ആയിട്ടുള്ള ഒരു അപ്പമാണിത്. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ലൊരു അപ്പത്തിൻ്റെ മണവും ഇതിന് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഉടുപ്പി ബ്രാഹ്മിൻസിൻ്റെ റോസ്റ്റഡ് അരിപ്പൊടി കൊണ്ട് പത്തിരി, കുഴക്കട്ട, ഓട്ടട, ഇലയട പോലുള്ള പല വിഭവങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ എല്ലാ റെസിപ്പീസിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റായ www.udupibrahmins.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. കൂടുതൽ റെസിപ്പീസിനായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.udupibrahmins.com സന്ദർശിക്കുക.